രാത്രിയിലും തിരച്ചിൽ തുടരുക തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്പോട്ടിലാണ്. ഇവിടെയാണ് മണ്ണിടിഞ്ഞു വീണ ആ സ്ഥലം. കഴിഞ്ഞ ദിവസങ്ങളിൽ പകലിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ ആവോളം കണ്ടതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇപ്പോഴും ഈ പ്രവർത്തികൾ തുടരുന്നു. പുഴയിലെ തീരത്തുള്ള ഈ മണ്ണ് ചെളി അത് ചേറ് മാറ്റുന്ന നടപടികൾ ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. വലിയ അടിയൊഴുക്കാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിലുള്ളത്. 6 നോട്ട് വരെ ശക്തിയിലാണ് അല്ലെങ്കിൽ വേഗതയിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് കാര്യമായിട്ടുള്ള പ്രതിബന്ധം സൃഷ്ടിക്കുന്നതും. ആ അടിയൊഴുക്കിനെ ഗതി മാറ്റിവിടാനാകുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. തീരത്തേക്ക് ഇറങ്ങി അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ നിന്ന് 2 ചാലുകൾ കീറി ഒഴുക്കിനെ ഗതി മാറ്റി വിടുക, ഇങ്ങനെയുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരും എന്ന് നേരത്തെ തന്നെ MLA അറിയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കൂറ്റൻ യന്ത്രക്കൈകളിൽ നിന്ന് വീഴുന്നതിൽ പാറക്കഷ്ണങ്ങളുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ കടയിലെ ഭക്ഷണം പാകം ചെയ്തിരുന്ന പാത്രങ്ങളുണ്ട്. കടയും ലക്ഷ്മൺ നായിക്കിന്റെ കടയും വീടും നിലനിന്നിരുന്ന സ്ഥലം ആ രണ്ടാമത്തെ മണ്ണുമാന്തി യന്ത്രം കാണുന്ന ഇടത്താണ്. അവിടെ നിന്ന് താഴേക്ക് എല്ലാം പതിക്കുകയാണ്. മുകളിൽ നിന്ന് കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണ് ഈ കടയും അതിനു മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയും ഉൾപ്പെടെ താഴേക്ക് ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് നടത്തിയ തിരച്ചിലിൽ, ഡ്രോൺ അധിഷ്ഠിതമായി നടത്തിയ തിരച്ചിലിൽ 50 മീറ്റർ അകലെയാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന നടത്തിയ റഡാർ പരിശോധനയിൽ സാന്നിധ്യം കണ്ടെത്തിയ ആ പ്രദേശത്ത് തന്നെയാണ് ഇന്നും ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ ട്രക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇന്നത്തെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, മനുഷ്യ സാന്നിധ്യം ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്താൻ ആയിട്ടില്ല. അതായത് ട്രക്കിന്റെ ക്യാബിനുള്ളിൽ ഈ ഇദ്ദേഹം അർജുൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യമായിരുന്നു നേരത്തെ മുതൽ പറഞ്ഞിരുന്നത്. പക്ഷേ മനുഷ്യ സാന്നിധ്യം ഇന്ന് കണ്ടെത്താൻ ആയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ ട്രക്കിന്റെ ക്യാബിനും ബോഡിയും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇന്ന് രാത്രിയും ഡ്രോൺ പരിശോധനകൾ നടക്കുന്നുണ്ട്. തെർമൽ സ്കാനറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലെ ചൂട് ഈ തെർമൽ സ്കാനറുകളിൽ സെൻസ് ചെയ്യും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നോക്കൂ, ഈ മണ്ണിനുള്ളിൽ നിന്ന് എന്തൊക്കെയാണ് വന്ന് വീഴുന്നത്. ആ വീട്ടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ മണ്ണിൽ പൂണ്ടുപോയിട്ടുണ്ട്. അതായത് ഒരു കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള ആശയും അവരുടെ സ്വപ്നങ്ങളുമൊക്കെയാണ് ഇങ്ങനെ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡ്രോൺ പരിശോധന രാത്രി തുടരുമ്പോൾ ഇന്ന് ഈ 3ാമത്തെ സ്പോട്ടിൽ കണ്ടെത്തിയ ആദ്യ സ്പോട്ട് എന്നുള്ളത് ഒരുപക്ഷെ സുരക്ഷാ വേലികളാവാം, ദേശീയപാതയോരത്തെ സുരക്ഷാ വേലികളാവാം. മറ്റൊരു സ്പോട്ട് എന്നുള്ളത് ടവറുകളാവാം, ഇലക്ട്രിക് ടവറാവാം. 3ാമത്തെ സ്പോട്ടിലാണ് നമ്മൾ ട്രക്കിന്റെ സാന്നിധ്യം ശക്തമായി ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. 4ാമതൊരു സ്പോട്ട് കൂടി കണ്ടെത്തി. അത് ഒരു ടാങ്കർ ലോറി ഈ മണ്ണിടിച്ചിലിൽ പെട്ടിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ, ക്യാബിനാണ് 4ാമത്തെ സ്പോട്ടിലുള്ളത്. ഏതായാലും അർജുന്റെ ട്രക്കിലെ ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്ന് പറയാൻ പ്രധാന കാരണം ഈ 5ാമതൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തിരച്ചിൽ രാത്രിയും തുടരുന്നതോടുകൂടി തന്നെ 11ാം നാളിന് മുന്നേ തന്നെ ഒരുപക്ഷെ നമുക്ക് ഈ ട്രക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രക്കിന്റെ ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ കരയിൽ നിന്ന് 50 മീറ്റർ മാറി 15 മീറ്റർ ആഴത്തിലാണ്, 5 മീറ്റർ ആഴത്തിലാണ് ഈ ട്രക്ക് ഉള്ളത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ആ ട്രക്കിന് ഉള്ളിൽ അർജുനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും നിലവിൽ മനുഷ്യ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ ആയിട്ടില്ല ഈ നിമിഷം വരെ. ഇനി അർജുനെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. ഏതായാലും നടപടികൾ ഈ രാത്രിയിലും ഈ രാവിലും
പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റുന്ന ജോലികൾ, അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇന്നും ഉപയോഗിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയും തിരച്ചിൽ തുടരുന്നുണ്ട്. നാളെ ഗംഗാവലി പുഴ അനുവദിക്കുകയാണെങ്കിൽ, അടിത്തട്ടിൽ ഒഴുക്ക് കുറയുകയാണെങ്കിൽ കൃത്യമായി മുങ്ങൽ വിദഗ്ധർക്ക് അടിത്തട്ടിലേക്ക് പോകാൻ ആകും. അതിനുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം.